Hi friends, JENY'S vlogിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. നമ്മൾ സാധാരണ കരിമീൻ പൊള്ളിച്ചതെന്ന് പറഞ്ഞാൽ വാഴയിലക്കകത്തിലൊക്കെ വെച്ച് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നതാണ് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ വാഴയിലയൊന്നും അവൈലബിൾ അല്ലാത്ത സമയത്ത് നമുക്ക് മൺചട്ടിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് നമുക്കിത് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ഞാനൊരു 1 കിലോയോളം കരിമീൻ എടുത്തിട്ടുണ്ട്. അതൊരു 6 കരിമീനുണ്ട്. സാമാന്യം വലിപ്പമുള്ള കരിമീൻ തന്നെയാണിത്. അപ്പോൾ ഇത് 6ആണ് ഞാൻ പൊള്ളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. അതൊരു 1.5 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. സവാള നമ്മൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ചെറിയ ഉള്ളി തന്നെ ചേർക്കുകയാണ്. ഇത് നമ്മുടെ സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂണോളം മീറ്റ് മസാല ഞാൻ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, ഇത് നമ്മുടെ പെരുംജീരകം പൊടിച്ചതാണ്. പിന്നെ ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, ഒരു നാരങ്ങ നമുക്ക് ആവശ്യമുണ്ട്, 2 തണ്ട് കറിവേപ്പില. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. 1-ാം പാലാണ് നമ്മൾ ഇതിനകത്തിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കുറച്ച് കാഷ്യൂ നട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്, ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. ഇത് ഓപ്ഷണലാണ്, ഇത് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ആ മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മീൻ മാരിനേറ്റ് ചെയ്യാൻ ഞാൻ 1 ടീസ്പൂൺ സാദാ നമ്മുടെ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ ഞാൻ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ശരിക്കൊന്ന് പേസ്റ്റായി കിട്ടാനെ കൊണ്ട്. അപ്പം മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് മീൻ ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പം ഞാൻ മീനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറുകയുള്ളൂ വരഞ്ഞു കൊടുത്താലേ. ഇതേപോലെ എല്ലാ മീനും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ മീനിൽ ഈ മസാലയെല്ലാം നമ്മൾ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 1/2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ മസാലയൊക്കെ കുറച്ചൊന്ന് ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ നമുക്കിത് വെക്കാം. അപ്പോൾ ഞാനിതൊരു 1/2 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. മസാലയൊക്കെ ഒന്ന് മീനിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. അതിന് ശേഷം നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് മതി, നമ്മളിത് ഷാലോ ഫ്രൈ ആണല്ലോ ചെയ്യുന്നത്. അപ്പം ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തിൽ 2 എണ്ണമേ ഇടാൻ പറ്റുള്ളൂ. 2 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഒത്തിരി സമയം ഇതിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ആദ്യം ഇട്ട മീൻ ഇവിടെ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയിരിക്കുന്ന മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീനെല്ലാം ഇവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, പേസ്റ്റാണത്. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇനി ഈ തക്കാളി നന്നായി വെന്തൊന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 5 മിനിറ്റത്തേക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.25 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത് നമ്മുടെ പെരുംജീരക പൊടിയാണ്, അതൊരു 1/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മീറ്റ് മസാല. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് തനിപ്പാലാണ്. ഞാനിതിപ്പോൾ 1 ഗ്ലാസ്സോളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രേവിക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ചുകൂടെ ഒന്ന് വറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ തീ നിർത്തിയതിന് ശേഷം നമ്മളിത് വാഴയിലേക്ക് പൊള്ളിക്കാൻ വേണ്ടി മാറ്റുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇതിനകത്തിൽ മാറ്റുന്നില്ല, നമ്മൾ ഇതിലേക്ക് തന്നെയാണ് മീൻ ചേർത്ത് കൊടുക്കുന്നത്. വാഴയിലൊക്കെ കിട്ടുക, ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വാഴയിലൊക്കെ കിട്ടാത്തൊരവസ്ഥ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂടുതൽ മീൻ പൊള്ളിക്കേണ്ട സമയം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. പിന്നെ വാഴയില ആ വാടുന്നതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ പൊള്ളിച്ചത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ വാഴയില പൊള്ളിച്ച ആവോലി മീൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അപ്പോൾ മീനിൽ ഗ്രേവി നന്നായിട്ടൊന്ന് ഈ മണ്ടേ സൈഡിലേക്കൊക്കെ ഗ്രേവി ആകാത്ത സ്ഥലത്തേക്കൊക്കെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇവിടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പം നമുക്കൊരു ഇച്ചിരി ഗ്രേവി ആയിട്ട് നമുക്ക് തോന്നുമെങ്കിൽ ഇത് തണുത്ത് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങ് കുറുകിക്കോളും. അപ്പം നമുക്ക് വാഴയിലയിൽ വെക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ഗ്രേവി ആയിട്ട് വേണ്ട. അപ്പം നമ്മൾ വാഴയിലല്ലല്ലോ ചെയ്യുന്നത്. അപ്പം അപ്പത്തിനൊക്കെ അല്ലെങ്കിൽ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കുന്ന രീതിയിലാണ്. ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി ഒരു വീട്ടിൽ കുറച്ച് പേർക്ക് നമുക്കിങ്ങനെ പൊള്ളിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലോളെന്ന ഓപ്ഷനും. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ.